ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ മഞ്ജിമ സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ കഴിച്ച് വളരെ അത്യാഹിത വിഭാഗത്തിൽ കിടത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇഷിത ആ ഹോസ്പിറ്റലിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, അവിടുത്തെ മെയിൻ ഡോക്ടർ പറയുന്നുണ്ട്, ഡോക്ടർ ഇഷിതയെ ഡോക്ടറിനോട് വരാൻ വേണ്ടി പറയുമ്പോൾ സ്വപ്ന വലിയ എടുത്ത വായിക്ക് പറയാണ്, അതെ ഇവിടെ എന്തിനാണ് ഐസിയുനുള്ളിൽ കയറുന്നത്? ഡോക്ടർ ഇഷിത ഇവിടുത്തെ വെറും ഡോക്ടർ മാത്രമല്ല, ഇവിടുത്തെ CMO കൂടിയാണെന്ന് പറയുമ്പോൾ ആരാണെങ്കിലും ഇവിടെ അകത്ത് കയറ്റാൻ പറ്റില്ല. എനിക്കതിൽ താല്പര്യമില്ല. എന്റെ മോള് അവിടെ മരണത്തിലൂടെ മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണോ അവളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ഇവളകത്ത് കയറ്റണത് എന്ന് പറയുമ്പോൾ മഹേഷ് പറഞ്ഞു, അമ്മേ അമ്മൊന്നും മിണ്ടാതിരിക്കേ, ഇഷിതനെ നാണം കെടുത്തല്ലേ. ആടാ, നിന്റെ ഭാര്യ നാണം കെടുത്തരുത്, നിന്റെ ഭാര്യ നന്നാക്കണം, അത് മാത്രമേ നിനക്കുള്ളൂ. നിനക്ക് അമ്മയുണ്ടോ പെങ്ങളുണ്ടോ ആരുണ്ട് ആരില്ലെങ്കിലും നിനക്ക് ഇല്ലാത്ത പോലെയല്ലേ, നിനക്ക് നിന്റെ ഭാര്യനെ മാത്രം മതിയല്ലോ എന്നൊക്കെ പറയണം. പക്ഷെ ഈ അമ്മയുടെ പാട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോവാണ്. ഇഷിത പറയുന്നുണ്ട്, മഹേഷ് വേണ്ട, വഴക്കൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ അകത്ത് കയറുന്നില്ല എന്ന് പറഞ്ഞ ശേഷം അവിടുത്തെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എന്നെ പോയി നോക്കിക്കോളാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഡോക്ടർ അകത്ത് കയറുന്നുണ്ട്. ഡോക്ടർക്ക് കാര്യം മനസ്സിലായ അമ്മായിമ്മ പോരാണെന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ അകത്ത് കേട്ട് ഡോക്ടർ തിരിച്ചു വന്നിട്ട് സ്വപ്നടുത്ത് പറയും, സ്വപ്നവലിയെടുത്ത് മിഷിതടുത്ത് മഹേഷിനടുത്ത് പറയുന്നുണ്ട്, മഞ്ജിമയുടെ ഇത് കുറച്ച് ക്രിട്ടിക്കലാണ്, കുറച്ചധികം സ്ലീപ്പിംഗ് പിൽസ് അകത്ത് പോയിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് സീരിയസ് അവസ്ഥയിലാണെന്ന് പറയാണ്. അത് കേൾക്കുന്നത് സ്വപ്നവലി കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ടോ. മഹേഷ് വേണ്ട അമ്മ ഒന്ന് സമാധാനത്തോടെ ഇരിക്കും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. എടാ ഇത് ഇവളുടെ ഹോസ്പിറ്റൽ അല്ലേ എടാ, അതുകൊണ്ട് വേണ്ട നല്ല ചികിത്സ ഒന്നും തന്നെ എന്റെ മോൾക്ക് ഇവള് കൊടുക്കാൻ സമ്മതിക്കില്ലടാ. അവളുടെ ജീവൻ രക്ഷപ്പെട്ട ഇവൾക്കാണല്ലോ പൊറുതിമുട്ടുന്നത്, അതുകൊണ്ട് ഇവള് മനഃപൂർവ്വം നല്ല ചികിത്സ കൊടുക്കില്ല. മോനെ മഹേഷ്, നമുക്ക് വേറെ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നമ്മുടെ മോളെ എന്ന് പറയാണ്. അമ്മ ഇത് നല്ല ഹോസ്പിറ്റലാണ്, ഇവിടത്തെ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ തന്നെയാണിത്. പിന്നെ നല്ല ഹോസ്പിറ്റൽ, ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അല്ലേ ഇത്. എടാ നിനക്ക് പൈസ ഇറക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ പറ, ഞാൻ വേണമെങ്കിൽ പൈസ തരാം. അമ്മ എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കണത്? അമ്മക്ക് എന്താമേ സ്വയബോധം നഷ്ടപ്പെട്ടോ? എടാ ഞാൻ പറയണത് നീ കേൾക്കുന്നുണ്ടോ ഇല്ലയോ? എന്റെ മോളെ ഇവിടുത്തെ ചികിത്സ വേണ്ട എന്ന് പറയണം. പക്ഷെ ഇഷ്ട പറയണ്ട, അമ്മേ ഞാൻ ഇവിടെ നിൽക്കണം, നമുക്ക് കുഴപ്പമൊന്നുണ്ടെങ്കിൽ ഞാൻ പോയിക്കോളാം എന്ന് പറയാണ്. നീ പോയാലെന്താ, നീ പറഞ്ഞ വാക്ക് കേട്ടിട്ടല്ലേ അകത്തെ ഡോക്ടർമാർ എന്തെങ്കിലും ചെയ്യുള്ളൂ. നീ അവളെ കൊല്ലണമെന്ന് പറഞ്ഞ അകത്തുള്ള ഡോക്ടർമാർ എന്റെ മോളെ കൊല്ലും. ആ രീതിയിലല്ലേ കാര്യങ്ങളിലെ പോക്ക്. ഞാൻ ഇവിടുന്ന് പോവാ മഹേഷ്, ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇഷിതയുടെ റൂമിലേക്ക് പോകുവാട്ടോ. ആ സമയമാണ് നമ്മുടെ ആദ്യമാണെങ്കിലും സ്കൂളില് പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര വഴക്കും തല്ലും ബഹളവും ഒക്കെ ആയിട്ട്. അതിലൊരു ചെറിയ ആദ്യം 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കന്റെ മുഖവും തലയൊക്കെ പിടിച്ചിടിക്കുന്നുണ്ട് ആദ്യം. അതിന്റെ ഭാഗമായിട്ട് ആ കുട്ടി കുറച്ച് സീരിയസ് അവസ്ഥയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാ കേട്ടോ. അപ്പൊ അതിന്റെ അമ്മയും അച്ഛനൊക്കെ ഭയങ്കര കരച്ചിലാണ്. അപ്പൊ ഇഷിത ഡോക്ടർ പറയണ്ട, അവര് ഡോക്ടർ രക്ഷിക്കണം ഡോക്ടർ, എന്റെ മോനെ ഒട്ടും വയ്യെന്ന് പറയണം, മോൻ എന്ത് പറ്റിയതാന്ന് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് അകത്തേക്ക് കയറ്റാൻ വേണ്ടി പറയണം, ICU കയറ്റാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഡോക്ടേഴ്സ് എല്ലാം ICU കയറുന്നുണ്ട്. അപ്പൊ ഇഷിത ചോദിക്കണ, അല്ല മോൻ എന്താ സംഭവിച്ചു ചോദിക്കുമ്പോ ഒന്നും പറയണ്ട, അവന് ഇവിടുത്തെ അടുത്തുള്ള ഇന്ന് സ്കൂളിലാണ് പഠിക്കണമെന്ന് പറയാണ്. അവിടെ എന്താ സംഭവിച്ചു ചോദിക്കുമ്പോ, കുട്ടി വീണതാണോ? വീണതല്ല, ഒന്നും പറയണ്ട എന്റെ ഡോക്ടറെ, അവിടെ ഒരു ചെക്കൻ പുതുതായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, എവിടുന്ന് ഊട്ടിന്ന് എന്തോ പഠിച്ചിരുന്ന ചെക്കനാണ്. ആ ചെക്കൻ മഹാരാജാവിനെ പോലെ അവിടെ അവൻ പറഞ്ഞതെല്ലാം അനുസരിക്കണം. എന്റെ മോൻ എന്തോ പറഞ്ഞത് അവനും കേട്ടില്ല, അതിനെന്റെ മോൻ ഈ അവസ്ഥയിലാക്കിയത്. ഊട്ടിന്ന് പഠിച്ചിരുന്ന ചെക്കനോ? അതെ, അവന്റെ പേരെന്താ എന്ന് ഇഷിത ചോദിക്കുമ്പോ ആദിന്ന് അവന്റെ പേര്. അപ്പോഴേക്കും ഇഷിതക്ക് കാര്യം മനസ്സിലായി, ആദി തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിന്ന്. ശേഷം ഇഷിത പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇഷിത അകത്ത് കയറുന്നുണ്ട്. അപ്പൊ കുട്ടിയുടെ പരിക്ക് ഇത്തിരി വലുതാണ് കേട്ടോ. അങ്ങനെ ഈ കുട്ടിയുടെ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ സ്കൂളിലൊക്കെ വളരെ പ്രോബ്ലംസും അതുപോലെ തന്നെ വലിയ ഇഷ്യൂസ് ഒക്കെ ആക്കുന്നുണ്ട്, പോലീസ് കേസ് വരെ ആക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അടുത്ത പ്രിൻസിപ്പൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ രജനെ വിളിക്കുന്നുണ്ട്. മോനിങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കുട്ടിയുടെ തല തല്ലി പൊട്ടിച്ചിട്ടുണ്ട്, ആ കുട്ടി ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുന്നത് രജനക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. ആദി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആദ്യം ഒന്നും അറിയാത്ത പോലെ അവിടെ TVയും കണ്ടിരിക്കാട്ടോ. എടാ ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? എന്താ അമ്മേ എന്ന് ചോദിക്കുകയാണ്. നിന്റെ സ്വഭാവം ഈയിടെ ഭയങ്കര മാറുന്നുണ്ട്, നീ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഞാൻ ക്ലാസ്സിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, സത്യം പറ ആദി, നീ ആരെങ്കിലും അടി ഉണ്ടാക്കിയോ എന്ന് ചോദിക്കാണ്. ഓ അതാണ് കാര്യം, അപ്പൊ ഇവിടെ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഇവിടെ അറിയിച്ചോ? എടാ നിന്റെ പ്രിൻസിപ്പളും മിസ്സും ആ വിളിച്ചത്, ആ കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന്. അവരുടെ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ കേസ് കൊടുത്തേക്കണെന്നാ പറയണത്. ഓ വലിയ കാര്യമായി പോയി എന്ന് പറയണ. ആദ്യം നീ എന്താ നീ ഇങ്ങനെ തന്നെയായിരുന്നു ഊട്ടിയിലും എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ വലുതായിട്ടൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട, അമ്മക്ക് എന്നെ നോക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ അമ്മ എന്നെ ഊട്ടിയിൽ കൊണ്ട് ആക്കിയത്, എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാണ്. അമ്മക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ അമ്മ പറഞ്ഞു, ഞാൻ ഊട്ടിയിലെ സ്കൂളിൽ തന്നെ പോയി പഠിച്ചോളാം. എടാ നീ ഇഷ്ടമില്ലാത്തത് കൊണ്ടിട്ടല്ല, നീ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ എന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുണ്ടെന്ന് അറിയാവോ? ആദ്യം എനിക്ക് നീ മാത്രമേ ഉള്ളൂ, അത് നിനക്ക് അറിയാലോ. ഓ തുടങ്ങി അമ്മ ഇപ്പൊ എന്താ
എന്താ വേണ്ടത്? അല്ല നീ എന്തിനാ ക്ലാസ്സിൽ ഇങ്ങനെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കണത് എന്ന് ചോദിക്കുകയാണ്. അമ്മേ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ആ ചെക്കനെ ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നത്. എന്നിട്ട് ആ ചെക്കനെ നീ അടിച്ചോ? ആ പതിക്കെ ഒന്ന് അടിച്ചോളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ടാണ് അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. ഓ അതൊക്കെ അവര് വെറുതെ ഉണ്ടാക്കി പറയണതാണമ്മേ, എന്നെ കുടുക്കാനായിട്ട്. ഒരു കുഴപ്പമില്ല. എടാ ആദ്യം നീ എനിക്ക് സമാധാനം താടാ, നീ എന്താ ആദ്യം ഇങ്ങനെയാന്നൊക്കെ രചന ചോദിക്കുമ്പോ, അമ്മേ ഞാൻ അമ്മയടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്താ? അതെ ഞാൻ അവനെ എന്തിനാ തല്ലിയെന്ന് അമ്മക്കറിയാവോ? അവൻ എന്തിനാ തല്ലിയത്? അവൻ എന്നോട് ചോദിക്കുക എനിക്ക് എത്ര അച്ഛന്മാരുണ്ടെന്ന്. പറ അമ്മേ, എനിക്ക് എത്ര ഡാഡിമാരുണ്ടമ്മേ എന്ന് ചോദിക്കുകയാണ്. അതേക്കണ രചന ഒന്ന് ഷോക്കായി പോവാട്ടോ. മോനെ എന്താ പറയണത്? അതെ അതന്നെയാ നീ അമ്മ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ആ അതന്നെയാ കുഴപ്പം. ഇതന്നെയാ ക്ലാസ്സിലെ പിള്ളേരല്ല എന്നെ പറഞ്ഞ് കളിയാക്കി. അത് കേട്ട് ഞാൻ അടങ്ങിയിരിക്കണോ അമ്മേ? എനിക്ക് ഡാഡി എത്ര പേരുണ്ടെന്ന് ചോദിച്ചത്. അമ്മയുടെ കൂടെ വരുന്നത് ആകാശങ്ങളാണല്ലോ. പിന്നെ എന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുന്നതും എന്റെ റിയൽ ആയിട്ടുള്ള ഡാഡി. അപ്പൊ രണ്ടുപേരെ കാണുമ്പോ പിള്ളേരൊക്കെ കളിയാക്കാണ്. നിന്റെ അമ്മ 2 കേട്ടിട്ടുണ്ടോ 3 കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് കളിയാക്കാണ്. സത്യമായിട്ട് എനിക്ക് എത്ര ഡാഡി ഉണ്ട് എന്ന് ചോദിക്കുകയാണ്. രചനക്കാണെങ്കിൽ ആകെ ദേഷ്യവും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. മോനെ നീ എന്തൊക്കെയാ പറയണം ചോദിക്കുമ്പോഴേക്കും ആകാശം അങ്ങോട്ട് വരുന്നുണ്ട്. ആദ്യം നീ ഇപ്പൊ അമ്മയടുത്തൊന്ന് സംസാരിക്കണ്ട, നീ റൂമിലേക്ക് പോകാൻ വേണ്ടി പറയാണ്. അങ്ങനെ ആദ്യം റൂമിലേക്ക് പറഞ്ഞേക്കണ്ട്. എന്താ എന്താ രചന ഇതെന്ന് ചോദിക്കുമ്പോ അവൻ ചോദിച്ചത് കേട്ടില്ലേ? ആകാശം ചോദിക്കാണ്. ഞാൻ കേട്ടു. എന്ത് പറയാനാ, അവന്റെ സ്വഭാവം ദിവസം പോകുന്തോറും മാറി മാറി വരുവാടോ. അതെ ഇതിനേക്കാൾ നല്ലത് അവൻ ആ ഊട്ടിയിൽ പോയി പഠിക്കായിരുന്നു. അങ്ങനൊന്നും വിചാരിക്കല്ലേ. അവന് ഇവിടെ എന്തോ സ്കൂളിൽ എന്തോ ഇഷ്ടപ്പെടാത്ത എന്തോ കാര്യമുണ്ട്. ചിപ്പി പഠിക്കുന്നത് കൊണ്ടിട്ടാണോ? അതുകൊണ്ടൊന്നല്ല. എന്റെ മോന്റെ മനസ്സ് ആകെ മാറ്റിയത് ആ ഇഷിതയാണ്. അതിനു മുമ്പ് വരെ ഒരു കുഴപ്പമുണ്ടായില്ല. അന്ന് ആ ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷമാണ് എന്റെ മോൻ ഈ അവസ്ഥയിലായത്. അതിനു മുമ്പ് വരെ ഞാൻ പറഞ്ഞത് മാത്രം അനുസരിക്കുന്ന എന്റെ മോൻ ഇപ്പോ എന്നെ ഒരു ചീത്ത സ്ത്രീ ആയിട്ടാണ് കാണുന്നത്. അവന്റെ വായിന്ന് അങ്ങനെ കേട്ടപ്പോ എന്റെ ആകാശ് എനിക്കിന്ന് വല്ലാതായിപ്പോയി. എനിക്കങ്ങനെ ചത്താ മതിയായിപ്പോയി. ഇത് തന്നെയാണ് ആകാശ് ഞാൻ ആകാശിന് പലവട്ടം പറഞ്ഞത്. എന്റെ കഴുത്തിലൊരു താലി കെട്ടാനായിട്ട്. ഇത്ര വർഷം ആകാശിന് അതുപോലും ചെയ്യാൻ വയ്യ. പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എടോ നോക്ക്, ഞാൻ പറഞ്ഞില്ലേ വേണ്ട ആകാശ്, എനിക്ക് മനസ്സിലായി. മഹേഷിനെ തോൽപ്പിച്ചിട്ട് എന്നെ കല്യാണം കഴിക്കാന്നായിരിക്കും. ഇതിന് എത്ര വർഷം കാത്തിരിക്കണം ആകാശ്? എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആകാശിനെ പിന്നെ ആകാശിനെ പോലെ ആകാശിന്റെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടല്ലേ താൻ അങ്ങനെയൊക്കെയാണ് എന്നെ കുറിച്ച് വിചാരിക്കുന്നത്? ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആകെ ഉണ്ടത് എന്റെ മോനാണ്. മോൾ എപ്പോഴും എന്നെ വിട്ടു പോയതാണ്. ഇപ്പൊ മോനും കൂടി എന്നെ കൈവിട്ട് പോവാൻ പോവാ. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോവാണെങ്കിൽ മോനും കൈവിടും. പക്ഷെ സാരില്ലടോ, നമ്മുടെ ശത്രുപക്ഷത്തെ ഒരു എതിരാളി കൂടി നമ്മുടെ കൂടെ കൂടിയില്ലേ, ആ കൈലാസം. അവനെ ഉപയോഗിച്ച് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ചിപ്പിനെ നമുക്ക് ചിലപ്പോ കിട്ടും. ഇത് എത്ര നാളെ ആകാശപ്പെടണം, എന്തുണ്ടെങ്കിലും ചിപ്പിനെ കിട്ടും എന്ന് പറയാറുണ്ട്. പക്ഷെ ഇതുവരെ കിട്ടുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. എടോ തണുന്ന് ക്ഷമിക്കടോ. നമ്മൾ എന്തായാലും ഇത്രമാത്രം ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണതല്ലേ, അതിലൊരു വിജയം എപ്പോഴായാലും ഉണ്ടാകും. എപ്പോഴും അവരുടെ ഭാഗത്ത് മാത്രം വിജയം ഉണ്ടാവില്ലല്ലോ, അവരുടെ ഭാഗത്തും തോൽവിയൊക്കെ ഉണ്ടാകും. ഇഷിതയും മഹേഷും ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആകെ വെപ്രാളപ്പെട്ടിരുന്നപ്പോ അവർക്ക് ആ ഭാഗത്ത് എപ്പോഴും വഴക്കും തല്ലും ബഹളവും തന്നെയല്ലേ. അതിപ്പോ നാട്ടുകാരും അറിഞ്ഞു, അവരുടെ ഹോസ്പിറ്റലിൽ പറഞ്ഞ അറിയാത്തവരാരും ഇല്ല. ഇനി താൻ നോക്കിക്കോ, ഇനി ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് ചിപ്പിയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കും. എടോ ഇതിന് ആനാടോ പറയണത് എന്നൊക്കെ ആകാശ് പറയാട്ടോ. എന്തായാലും നാളത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയാട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.